ഓം ശാന്തി. 1/11/69 അവ്യക്ത് ബാബ്ദാദ. भविष्य को जानने की युक्तियाँ. ഭവിഷ്യത്തെ അറിയുന്നതിന് വേണ്ടിയുള്ള യുക്തികൾ. दीपावली के शुभ दिवस पर प्राणप्रिय अव्यक्त बाप दादा के मधुर महावाक्य. ദീപാവലിയുടെ ശുഭദിവസത്തിൽ പ്രാണപ്രിയ അവ്യക്ത് ബാബ്ദാദ ഉച്ചരിച്ച മധുര മഹാവാക്യങ്ങൾ. बापदादा एक एक दीपक को एक काल की दृष्टि से देख रहे हैं या तीनों कालों की. ബാപ്ദാദ ഓരോരോ ദീപകത്തെയും ഒരു കാലത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോ മൂന്ന് കാലത്തിൻ്റെ? ബാപ്പ് തോ ത്രികാലദർശി ഹെ. ബാബ ത്രികാലദർശിയാണ്. വ ദാദാവി ത്രികാലദർശി ഹെ. അതോ ദാദായും ത്രികാലദർശിയാണോ? ആപ്പ് ഭി ത്രികാലദർശി ഹോ യാ ബൻ രഹേ ഹോ. നിങ്ങളും ത്രികാലദർശിയാണോ അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ? अगर त्रिकालदर्शी हो तो अपने भविष्य को देखते व जानते हो. അഥവാ ത്രികാലദർശികളാണെങ്കിൽ തൻ്റെ ഭാവിയെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടോ? ജാൻതേ ഹോ മേ ക്യാ ബനൂക. അറിയാമോ ഞാൻ എന്താകും? ബാപ്ദാദ കുട്ടികളോട് തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? കാരണം ത്രികാലദർശികളാണ്. ത്രികാലദർശികളെന്നാണല്ലോ ബാബ നമുക്ക് തന്നിരിക്കുന്ന ടൈറ്റിൽ. അപ്പോൾ അതനുസരിച്ച് ഭാവി എന്താണ് എന്നറിയേണ്ടതാണ്. പാണ്ഡവ സേനാമേം അപ്പന ഭവിഷ്യ ജാൻതേ ഹോ. പാണ്ഡവ സൈന്യത്തിൽ തൻ്റെ ഭാവിയെ അറിയുന്നുണ്ടോ? यह स्पष्ट है कि क्या बनोगे और कौन सी राजधानी में ലക്ഷ്മി നാരായൺ भी किस നമ്പർ में. ഇത് സ്പഷ്ടമായിട്ടറിയാം. ഇത് ഏത് രാജധാനിയിൽ എന്താകും. ലക്ഷ്മി നാരായൺ भी किस നമ്പർ में. ലക്ഷ്മി നാരായൺ ആകുമെങ്കിൽ അത് ഏത് നമ്പറിലാണ് ആകുന്നത്? ഇപ്പം ബാബ പണ്ഡവരോട് ചോദിക്കുകയാണ്, അതായത് തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാമോ? ഏത് രാജധാനിയിൽ എന്താകും? ലക്ഷ്മി നാരായണനും ആകുന്നുവെങ്കിൽ അത് ഏത് നമ്പറിലാണ് വരുന്നത്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവിടെ ഇരുന്നവർ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ജൈസെ ആപ്പ് ആകെ ബഡ്ത്തെ ജായെങ്കെ വൈസെ അപ്പന ഭവിഷ്യ നാം രൂപ് ദേശ് काल यह चारों ही स्पष्ट होते जाएंगे कि किस देश में राज्य करना है, किस नाम से, किस रूप से और किस समय. അപ്പോൾ ഏതുപോലെ നിങ്ങൾ മുന്നോട്ടുയരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഏത് നാമം, രൂപം, ദേശം, കാലം ഇത് നാലും വളരെ സ്പഷ്ടമാകും. ഈ ദേശത്തിലാണ് എനിക്ക് രാജ്യം ഭരിക്കേണ്ടത്, ഈ പേരിലാണ്, ഈ രൂപത്തിലാണ്, അതേത് സമയത്താണ്, ഇതെല്ലാം വളരെ സ്പഷ്ടമായിട്ടറിയാൻ കഴിയും. പഹലെ രാജധാനി മേ ഭി ക്യാ ബനേംഗെ ദൂസരി രാജധാനി മേ ക്യാ ബനേംഗെ യഹ് പൂരി ജന്മപത്രി ഏക് ഏക് കോ അപ്പനെ അന്തർ സ്പഷ്ട ഹോംഗി. ആദ്യത്തെ രാജധാനിയിൽ എന്തായിത്തീരും, രണ്ടാമത്തെ രാജധാനിയിൽ എന്തായിത്തീരും, ഈ പൂർണ്ണമായിട്ടുള്ള ജന്മപത്രി ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ സ്പഷ്ടമാകും. അപ്പം ബാബ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നമ്മുടെ ഭാവി
നമ്മൾ ഏത് രാജധാനിയിൽ, ഏത് നമ്പറിൽ, ഏത് പേരിൽ ഓരോരോ രാജധാനിയിലും വരും എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വളരെ വളരെ ഓരോരുത്തർക്കും സ്പഷ്ടമാകും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. बाप दादा जब किसी को देखते हैं तो तीनों कालों को देखते हैं. पहले क्या था, अब क्या है, फिर भविष्य में क्या बनने वाले हैं. ബാപ്ദാദ എപ്പോഴെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ 3 കാലവും കാണുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, ഇനി ഭാവിയിൽ എന്താണ് ആകാൻ പോകുന്നത്. ഈ 3 കാലത്തെയും കുറിച്ച് ബാബ ഓരോ ആത്മാവിൻ്റേതും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. तो एक एक दीपक में यह तीनों काल देखते हैं. ഓരോരോ ദീപത്തിലും ഈ 3 കാലത്തെയും ബാബ കാണുന്നുണ്ട്. आप 2 काल तो स्पष्ट जानते हो, पहले क्या थे और अब क्या है. നിങ്ങൾ 2 കാലത്തെ സ്പഷ്ടമായിട്ട് അറിയുന്നുണ്ട്. ഒന്ന് നേരത്തെ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്. लेकिन भविष्य में क्या होना है, उसको जितना जितना योगयुक्त होंगे उतना भविष्य भी स्पष्ट जान जाएंगे. എന്നാൽ ഭാവിയിൽ എന്താകും അത് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം യോഗയുക്തമാകുന്നു അത്രയും തൻ്റെ ഭാവിയും സ്പഷ്ടമായിട്ടറിയും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി നമ്മളെങ്ങനെയായിരിക്കും എന്നുള്ളത് യോഗ എത്രമാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചേ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാകുകയുള്ളൂ എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. जैसे वर्तमान स्पष्ट है, वर्तमान में कभी भी संकल्प नहीं उड़ता है कि है या नहीं है. ഏതുപോലെ ഇപ്പോഴത്തുള്ള സമയത്ത് നമ്മൾ എന്താണോ അത് വളരെ സ്പഷ്ടമാണ് നമ്മുടെ മുന്നിൽ. നമുക്കൊരിക്കലും ഈ വിചാരം വരുന്നതേ ഇല്ല, ഇതുണ്ടോ അതോ ഇല്ലയോ, ഇത് ശരിയാണോ അല്ലെങ്കിൽ അല്ലയോ, ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളത് എനിക്ക് ഈ സമയത്ത് വളരെ സ്പഷ്ടമാണ്. എനിക്കതിൽ യാതൊരു സംശയവും വരുന്നില്ല. ന മാലും ക്യാ ഹേ യഹ് കബി സങ്കൽപ്പ് നഹി ഉഠേഗ. അറിയില്ല ഇതെന്താണ്, ഇങ്ങനെയുള്ള സങ്കല്പം ഒരിക്കലും വരികയില്ല. ഇസ് രീതി സെ ഭവിഷ്യ ഭി സ്പഷ്ട ഹോങ്കി. ഈ രീതിയിൽ തൻ്റെ ഭാവിയും സ്പഷ്ടമാകും. ऐसा स्पष्ट नशा हर एक की बुद्धि में नंबरवार आता जाएगा. അപ്പം ഇങ്ങനെയുള്ള സ്പഷ്ടമായിട്ടുള്ള ലഹരി ഓരോരുത്തരുടെയും ബുദ്ധിയിൽ നമ്പർ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. जैसे साकार रूप में माँ बाप दोनों को अपना भविष्य स्पष्ट था, नाम भी, रूप भी स्पष्ट, देश भी स्पष्ट और काल भी स्पष्ट था. അപ്പം ഏതുപോലെ സാകാര രൂപത്തിൽ അമ്മയ്ക്കും അച്ഛനും ബ്രഹ്മബാബയ്ക്കും മമ്മയ്ക്കും വളരെ സ്പഷ്ടമായിരുന്നു തൻ്റെ ഭാവി എന്താണ് എന്നുള്ളത്. അത് ഭാവിയിൽ ഏത് പേരായിരിക്കും, ഏത് രൂപമായിരിക്കും, ഏത് ദേശത്തായിരിക്കും, അതേപോലെ കാലവും സ്പഷ്ടമായിരുന്നു. ഇतना स्पष्ट है कि किस संबंध में आएंगे वह संबंध भी स्पष्ट किस रूप में सामने आएगा. ഇത്രയും സ്പഷ്ടമായിരുന്നു ഏത് സംബന്ധത്തിലാണ് വരുന്നത്, സംബന്ധവും സ്പഷ്ടം ഏത് രൂപത്തിൽ മുന്നിൽ വരുമെന്നുള്ളത്. അതായത് ബാബയും അമ്മയും ഏത് ബന്ധത്തിലാണ് ഭാവിയിൽ വരാൻ പോകുന്നത് അതും അവരുടെ മുന്നിൽ വളരെ സ്പഷ്ടമായിരുന്നു. അബി ദിൽ മേ തോടാ ബോത് കിസ് കിസ്കോ ആസക്ത ഹൈ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചെന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ബാബു പറയാണ്. ഞാൻ എങ്ങനെ, എവിടെ ആയിരിക്കും, ഏത് രാജധാനിയിലായിരിക്കും, ഏത് പേരിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ ബാബ ഇത് കേൾപ്പിക്കുമ്പോൾ പല കുട്ടികളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്.
लेकिन कुछ समय बाद ऐसे ही निश्चय बुद्धि होकर कहेंगे कि यह होना ही है. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ നിശ്ചയബുദ്ധി ഉള്ളവരായിട്ട് പറയും, ആ ഇങ്ങനെ സംഭവിക്കുക തന്നെ വേണം. अभी अगर आप कहेंगे भी तो दूसरे निश्चय करे या न करे. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിലും മറ്റുള്ളവർക്ക് അതിൽ നിശ്ചയം ഒരുപക്ഷെ വരാൻ, ഇല്ലെങ്കിൽ ചിലർക്കത് വരികയില്ല. ഇവർ പറയുന്നത് ശരിയാകണമെന്നില്ല, ചിലർക്കത് ശരിയാണെന്ന് തോന്നും. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പറയുന്ന സമയത്ത് അതിൽ നല്ല നിശ്ചയം ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവരും അത് പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കും. लेकिन थोड़े समय में आपकी चलन, आपकी तदबीर जो हैं वह आपके भविष्य तस्वीर को प्रसिद्ध करेंगी. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചലനം, നിങ്ങളുടെ പുരുഷാർത്ഥം എന്താണോ അത് നിങ്ങളുടെ ഭാവിയിലെ ചിത്രത്തെ പ്രസിദ്ധമാക്കും. अब तदबीर और भविष्य में कुछ फ़र्क है. ഇപ്പോഴ് പുരുഷാർത്ഥവും അതുപോലെ ഭാവിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. लेकिन जैसे जैसे समय और आपका पुरुषार्थ समान होता जाएगा तो फिर कोई को संकल्प नहीं उठेगा. എന്നാൽ സമയം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ പുരുഷാർത്ഥവും സമാനമാകുമ്പോൾ പിന്നെ ആർക്കും ഇങ്ങനെയുള്ള ചിന്തകൾ വരികയില്ല. അപ്പം ബാബ പറയുന്നതിൻ്റെ സാരം, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പുരുഷാർത്ഥം ഭാവിയിൽ നമ്മൾ എന്താകും എന്നുള്ളതനുസരിച്ച് നോക്കുമ്പോൾ അത്രയത് ശരിയാണ്, സമാനതയിൽ വരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സമയത്തിനനുസരിച്ച് നമ്മുടെ പുരുഷാർത്ഥം നമ്മുടെ ഭാവിയെ സ്പഷ്ടമാക്കും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ആർക്കും ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും വരികയില്ല എന്ന് ബാബ പറയുകയാണ്. ആപ് സഭീനെ ദീപമാല മനായി, നിങ്ങളെല്ലാവരും ദീപാവലി ആഘോഷിച്ചു. ദീപമാല പേർ ക്യാ കർത്തേ ഹെ, ദീപാവലി ദിവസം എന്താണ് ചെയ്യുന്നത്? ഏക് ദീപ് സെ അനേക ദീപ് ജഗാത്തെ, ഒരു ദീപത്തിൽ നിന്നും അനേക ദീപം കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ദീപാവലി സമയത്ത്, ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ ദീപങ്ങളുടെ ആവലിയാണ്, അർത്ഥം ദീപങ്ങളുടെ കൂട്ടമാണ്. അപ്പോൾ ഒരു ദീപം കത്തിച്ചിട്ട് ആ കത്തിയ ദീപത്തിൽ നിന്ന് തന്നെ മറ്റനേകം ദീപം നമ്മൾ കത്തിക്കുകയാണ് പതിവ്. तो अनेकों का एक के साथ लगन लगता है, यही ദീപമാല है. അപ്പോൾ ഒന്നുമായിട്ട് അനേകത്തിൻ്റെ ആ ഒരു സ്നേഹബന്ധം വരികയാണ് അഥവാ യോജിക്കുകയാണ്. ഇത് തന്നെയാണ് ദീപമാല അഥവാ ദീപാവലി. ഒരേ ഒരു ബാബയുമായിട്ട്, ഒരേ ഒരു ദീപവുമായിട്ട് അനേക ദീപങ്ങളുടെ ബന്ധം വരികയാണ്, സ്നേഹത്തിൻ്റെ ആ ഓർമ്മ വരികയാണ്. അതുതന്നെയാണ് ദീപാവലി. അഗർ ഏക് ഏക് ദീപക് ഏക് ദീപക് കെ സാത്ത് ലഗൻ ഹെ തോ യഹി ദീപമാല ഹെ. അപ്പോൾ ബാബ പറയാണ്, ഓരോരോ ദീപത്തിൻ്റെയും ഒരു ദീപവുമായിട്ട് ആ സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹബന്ധം, ഇത് തന്നെയാണ് ദീപമാല. ദീപക്കുമേ ക്യാ ഹെ, ദീപകം അല്ലെങ്കിൽ ദീപം എന്ന് പറയുമ്പോൾ അതിലെന്താ ഉള്ളത്? അഗ്നി, അതെന്ന് പറയുന്നത് തീയാണല്ലോ. തോ ലഗൻ ഹോങ്കി തോ അഗ്നി ബി ഹോങ്കി. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ അത്രയും തീവ്രമായ ഒരു സ്നേഹമുണ്ട് എങ്കിൽ അവിടെ അഗ്നിയും ഉണ്ടാവും. ലഗൻ നഹി തോ അഗ്നി ബി നഹി. ആ തീവ്രമായിട്ടുള്ള സ്നേഹമില്ല എങ്കിൽ അവിടെ അഗ്നിയുമില്ല. യഹി ദേഖ്ന ഹേ കി ഹം ദീപക് ലഗൻ ലഗാക്കർ അഗ്നി ബനെ ഹെ. അപ്പം ഇത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ദീപമായിട്ട് നമ്മൾ അങ്ങനെ അഗ്നിയായോ, അതായത് ശരിയായ രീതിയിൽ ആ ഒരു ദീപം തെളിച്ച് അത്രയും ഒരു തീവ്രമായിട്ട് പരമദീപമായ ബാബയുടെ ഓർമ്മ നമുക്ക് വരുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ തീവ്രമായ സ്നേഹത്തിൻ്റെ ഒരു അഗ്നി ജ്വലിക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. दीपक कितने प्रकार के होते हैं जो दुनिया में भी प्रसिद्ध है. ദീപകം എത്ര പ്രകാരത്തിലാണുള്ളത്, ലോകത്തിലും അത് വളരെ പ്രസിദ്ധമാണ്.
ഹറേക്കിനെ അപ്പന വിചാർ സുനായ. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം കേൾപ്പിച്ചു. ഏക് ഹെ അന്ധ്യാരെ കോ മിഠാക്കർ रोशनी करने वाला मिट्टी का स्थूल दीपक और दूसरा है आत्मा का दीपक, तीसरा है कुल का दीपक और चौथा कौन सा है? പിന്നെ നാലാമത്തെ ദീപം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാബ പറയുകയാണ്, ലോകത്തും പ്രസിദ്ധമായിട്ടുള്ള ദീപങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ ഇരുന്നവർ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ കേൾപ്പിച്ചു. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ദീപത്തിൽ ഒന്നാമത്തേത് അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശം തരുന്ന മണ്ണിൻ്റെ സ്ഥൂലമായ ദീപം, അതിനെ നമ്മൾ ചിരാതും എന്ന് പറയാറുണ്ട്. രണ്ടാമത്തേത് ആത്മാവിൻ്റെ ദീപകം. മൂന്നാമത്തേത് കുലത്തിൻ്റെ ദീപകം. നാലാമത്തേത് ഏതാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. ആശാവും കാ ദീപക്കേത്തേഹേന, ആശകളുടെ ദീപകം എന്ന് പറയാറുണ്ടല്ലോ. ബാപ്കോ ബച്ചോമേ ആശിരേത്തി, ബാബയ്ക്ക് കുട്ടികളിൽ വളരെ ആശയുണ്ട്. തോ ചൗദാ ഹേ ആശാവും കാ ദീപക്, അപ്പം നാലാമത്തേതാണ് ആശകളുടെ ദീപകം. യഹ് 4 പ്രകാർ കെ ദീപക് ഗായെ ജാത്തെ ഹേ, ഇത് 4 പ്രകാരത്തിലുള്ള ദീപകങ്ങളെക്കുറിച്ച് മഹിമ പാടുന്നുണ്ട്. अब इन 4 दीपकों में से हर एक ने कितने दीपक जगाए हैं? ഇപ്പോഴീ 4 ദീപകങ്ങൾ വെച്ച് ഓരോരുത്തരും എത്ര ദീപകങ്ങൾ പ്രകാശിപ്പിച്ചു? ബാപ് ദാദാ की आशाएं जो बच्चों में रहती हैं वह दीपक जगाया है. ബാബ്ദാദയുടെ ആശകൾ ഏതാണോ ബാബ കുട്ടികളിൽ വെച്ചിട്ടുള്ളത്, ആ ദീപകം കത്തിച്ചോ, പ്രകാശിപ്പിച്ചോ? ബാബയുടെ ആശകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ബാബയുടെ ആശ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് ബാബ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. നാലാമത്തെ ദീപകം ആശയുടെ ദീപകമാണ്. ഭഗവാൻ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ആശ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മൾ ആ ദീപം ജ്വലിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യഹ് 4 പ്രകാർ കെ ദീപക് ഗായെ ജാത്തെ, ഈ 4 പ്രകാരത്തിലുള്ള ദീപങ്ങളെക്കുറിച്ചാണ് മഹിമയുള്ളത്. अब इन 4 दीपकों में से हर एक ने कितने दीपक जगाए हैं? ഈ 4 ദീപകങ്ങൾ വെച്ച് ഓരോരുത്തരും എത്ര ദീപകങ്ങൾ പ്രകാശിപ്പിച്ചു? ബാപ്ദാദാ की आशाएं जो बच्चों में रहती हैं वह दीपक जगाया है. ബാപ്ദാദയുടെ ആശകൾ ഏതാണോ ബാബ കുട്ടികളിൽ വെച്ചിട്ടുള്ളത്, ആ ദീപം നിങ്ങൾ പ്രകാശിപ്പിച്ചോ? മിട്ടി കെ ദീപക് തോ കൈ ജന്മ ജഗായേ ഹെ, ബാബ പറയാണ്, മണ്ണിൻ്റെ വിളക്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് അഥവാ ദീപം കൊളുത്തുന്നത് അത് അനേക ജന്മം നിങ്ങൾ കൊളുത്തിയിട്ടുണ്ട്, പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആത്മാക്കാ ദീപക് ജഗാ ഹെ, ആത്മാവിൻ്റെ ദീപത്തെ നിങ്ങൾ ഉണർത്തിയോ, പ്രകാശിപ്പിച്ചോ? യഹ് 4 പ്രകാർ കെ ദീപക് ജബ് ജഗ് ജാത്തെ ഹെ തബ് സംഝോ ദീപമാല മനായി. ഈ 4 പ്രകാരത്തിലുള്ള ദീപങ്ങളും ഉണർന്നു കഴിഞ്ഞാൽ, പ്രകാശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, ദീപാവലി ആഘോഷിച്ചു, ദീപമാല ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ ബാബ പറയാണ്, ഈ 4 പ്രകാരത്തിലുള്ള ദീപങ്ങളും ഉണരണം അഥവാ പ്രകാശിക്കണം. അതായത് ഒന്ന് സ്ഥൂല രൂപത്തിലുള്ള നമ്മുടെ ദീപം, അതായത് വിളക്ക്, പിന്നെ രണ്ടാമത്തേത് ആത്മാവിൻ്റെ ദീപം, മൂന്നാമത്തേത് കുലത്തിൻ്റെ ദീപം, നാലാമത്തേത് ബാബയുടെ ആശകളുടെ ദീപം. എപ്പോഴാണോ ഈ 4 ദീപങ്ങളും പ്രകാശിക്കുന്നത് അഥവാ ജ്വലിക്കുന്നത്, അപ്പോഴേ ദീപാവലി ആഘോഷിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. ഐസാ കോയി കർമ്മ ന ഹോ ജോ കുൽ കാ ദീപക് ബുജ് ജായ്, അങ്ങനെ ഒരു കർമ്മവും വരാൻ പാടില്ല കുലത്തിൻ്റെ ദീപം മങ്ങിപ്പോവുക. ഐസി കോയി ചലൻ ന ഹോ ജോ ബാപ്ദാദാ ബച്ചോ മേ ആശാവും കാ ദീപക് ജഗാത്തെ വഹ് ബുജ് ജായ്, അങ്ങനെയുള്ള ഒരു ചലനവും കുട്ടികളിൽ നിന്ന് വരാൻ പാടില്ല
ബാബ്ദാദ കുട്ടികളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആശകളുടെ ദീപം മങ്ങുന്ന രീതിയിൽ ബാബയ്ക്ക് ഓരോ കുട്ടികളുടെ മേൽ ഏത് ആശയാണോ ഉള്ളത് ആ ആശകളുടെ ദീപം ബാബ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രകാശത്തിന് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ഒരു ചലനവും കുട്ടികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഏകരസ് ഔർ അചൽ അഡോൾ. അപ്പോൾ എപ്പോഴും ഏകരസവും അചഞ്ചലവും സുദൃഢവും ആയിരിക്കണം കുട്ടികളുടെ സ്ഥിതി അഥവാ മനസ്സിൻ്റെ അവസ്ഥ. യഹ് സഭി ദീപക് ജഗ് രഹേ ഹെ. ഈ എല്ലാ ദീപങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണോ? ജിസ്കാ ദീപക് ഖുദ് ജഗാ ഹുവാ ഹോങ്ക വഹ് ഔരോങ്ക ദീപക് ജഗാനെ ബിഗർ രഹ് നഹീ സക്ത. ആരുടെ ദീപമാണോ ഖുദ് സ്വയം പ്രകാശിച്ചിട്ടുള്ളത് അവർക്ക് മറ്റൊരാളുടെ ദീപത്തെ ഉണർത്താതെ ഇരിക്കാൻ കഴിയുകയില്ല. അവരും തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ദീപത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. बापदादा हर एक बच्चों में यही आशा रहती है कि एक एक बच्चा पहले नंबर में जाए अर्थात हर एक विजयी रतन बने. ബാപ്ദാദയ്ക്ക് ഓരോ കുട്ടികളിലും ഇതേ ആശയാണുള്ളത്. എൻ്റെ ഓരോരോ കുട്ടിയും ആദ്യത്തെ നമ്പറിൽ വരണം, അർത്ഥം ഓരോരുത്തരും വിജയീ രത്നമാകണം. ബാബ തൻ്റെ ആഗ്രഹം പറയുകയാണ്. അതായത് ആശ ബാബയുടെ ഇതാണ്, എൻ്റെ ഓരോരോ കുട്ടിയും നമ്പർ 1 ആയിത്തീരണം, അർത്ഥം വിജയീ രത്നമായിരിക്കണം. വിജയീ രത്ൻ കി നിശാനിയാ ക്യാ ഹോങ്കി. വിജയീ രത്നങ്ങളുടെ അടയാളങ്ങൾ എന്തായിരിക്കും, ലക്ഷണങ്ങൾ എന്തായിരിക്കും? ജോ ആപ് സഭീനെ സുനായ വഹ് തോ ജോ സുനാ ഹെ വഹി ബോല. അപ്പം നിങ്ങളെല്ലാവരും എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ എന്താണോ കേട്ടിട്ടുള്ളത് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലിയെ ഠീക്ക് ഹി ഹെ, അതുകൊണ്ട് പിന്നെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ജോ വിജയീ ഹോങ്ക ഉൻകെ ലക്ഷൺ തോ ആപ് സഭീനെ സുനായെ लेकिन साथ साथ विजयी उनको कहा जाता है जो खुद तो विजय प्राप्त किया हुआ हो लेकिन औरों को भी अपने से आगे विजयी बनाए. ആരാണോ വിജയിയായിട്ടുള്ളത് അവരുടെ ലക്ഷണം നിങ്ങളെല്ലാവരും കേൾപ്പിച്ചു. എന്നാൽ അതോടൊപ്പം വിജയി എന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ സ്വയം വിജയം പ്രാപ്തമാക്കിയിട്ടുള്ളത് എന്നാൽ മറ്റുള്ളവരെയും തന്നേക്കാൾ മുന്നോട്ട് വിജയിയാക്കണം. ഇപ്പോൾ സ്വയം വിജയിയാകുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും വിജയിയാക്കുക എന്നുള്ളതാണ് വിജയീ രത്നം ആകുന്നവരുടെ ലക്ഷണം. അതാണ് ബാബ പറയുന്നത്. ജൈസെ ബാപ്ദാദ ബച്ചോങ്കോ അപ്പനെ സെ ബി ആകെ രക്തേ ഥേ ന. ഏതുപോലെ ബാപ്ദാദ കുട്ടികളെ തന്നേക്കാൾ മുന്നിൽ വെച്ചിരുന്നല്ലോ. वैसे ही जो विजयी रतन होंगे उनकी विजय की निशानी यह है कि वे अपने संग का रंग सभी को लगाएंगे. അതേപോലെ വിജയീ രത്നങ്ങൾ അവരാണ്. അവരുടെ വിജയത്തിൻ്റെ ലക്ഷണം ഇതാണ്, അവരുടെ സംഘത്തിൻ്റെ ആ പ്രഭാവം എല്ലാവരിലും കൊണ്ടുവരും. അവർ ആരുമായിട്ടെല്ലാം ഇടപെടുന്നുണ്ടോ, സമ്പർക്കത്തിൽ വരുന്നുണ്ടോ, എത്രമാത്രം വിജയിയാണ് അവർ, അതിൻ്റെ ആ ഒരു പ്രഭാവം, ഗുണങ്ങളുടേതോ ശക്തികളുടേതോ ആയ പ്രഭാവം മറ്റ് ആത്മാക്കളിലേക്കും കൊണ്ടുവരാൻ അവർക്ക് കഴിയും. ജോ ബി സാമ്നെ ആയേ വഹ് വിജയി ബൻകർ ഹി നിക്കലെ. ആര് മുന്നിൽ വന്നിരുന്നാലും അവർ വിജയിയായിട്ടേ പോവുകയുള്ളൂ. ഐസേ വിജയീ രത്തൻ വിജയ് മാല കെ കിസ് നമ്പർ മേ ആത്തെ. അങ്ങനെയുള്ള വിജയീ രത്നങ്ങൾ വിജയമാലയിലെ ഏത് നമ്പറിൽ വരും? അപ്പം ബാബ പറയുകയാണ്, ഏതുപോലെ ബാബ കുട്ടികളെ മുന്നിൽ വെച്ചതുപോലെ തന്നെ വിജയീ രത്നങ്ങൾ എപ്പോഴും മറ്റുള്ളവരെയും മുന്നിൽ വയ്ക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഏതെല്ലാം ആത്മാക്കളാണോ ബന്ധത്തിൽ വരുന്നത്, സംബന്ധത്തിൽ വരുന്നത്, അവരിലും ആ പ്രഭാവം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അർത്ഥം അവരെയും വിജയിയാക്കാൻ കഴിയും. അങ്ങനെ വിജയികളാകുന്ന ആത്മാക്കൾക്ക് ഏത് നമ്പറാണ് കിട്ടുന്നത്? ഖുദ് തോ വിജയി ബനേ ഹോ,
लेकिन और भी आपके संग के रंग से വിജയി ബൻ ജായ്. സ്വയം തന്നെ വിജയിയായി, എന്നാൽ മറ്റുള്ളവരെയും തൻ്റെ സംഘത്തിൻ്റെ പ്രഭാവത്തിലൂടെ വിജയിയാക്കുക. മറ്റ് ആത്മാക്കളെയും തൻ്റെ സംഘത്തിൻ്റെ പ്രഭാവത്തിലൂടെ വിജയിയാക്കുക. യഹി സർവീസ് രഹി ഹുയി. ഇതേ സേവനമാണ് അവശേഷിക്കുന്നത്. ഐസേ നഹി കി കോട്ടോമേ കോയി ഹി വിജയി ബനേങ്കി. അങ്ങനെയല്ല, കോടി ചിലർ മാത്രമേ വിജയിയാകുകയുള്ളൂ. ലേക്കിൻ ജോ ജൈസാ ഹോത്താ ഹെ വൈസാ ഹി ബനാത്താ ഹെ. ആര് എങ്ങനെയാണോ അതേപോലെ മറ്റുള്ളവരെയും ആക്കും. ഐസേ വിജയി രതൻ ജോ അനേകോं को വിജയി ബനാ സകെ വഹി മാലാ കെ മുഖ്യ മണക്കെ ഹെ. അങ്ങനെയുള്ള വിജയി രത്നങ്ങളാണ് അവരനേകം പേരെ വിജയിയാക്കും. അവർ തന്നെയാണ് മാലയിലെ മുഖ്യമായിട്ടുള്ള മണികൾ. ആരാണോ സ്വയം വിജയിയായിട്ട് അനേകം പേരെ വിജയിയാക്കുന്നവർ, അവർ തന്നെയാണ് മാലയിലെ മുഖ്യമായിട്ടുള്ള മണികൾ. तो വിജയി की निशानी है आप समान വിജയി ബനാന. അപ്പോൾ വിജയിയുടെ ലക്ഷണമാണ് തനിക്ക് സമാനം വിജയിയാക്കുക. അഭി യഹ് സർവീസ് രഹി ഹുയി. ഇപ്പോൾ ഈ സർവീസ് അവശേഷിക്കുകയാണ്. अनेकों को വിജയി ബനാന ഹെ, സിർഫ് ഖുദ് കോ നഹി ബനാന ഹെ. അനേകം പേരെ വിജയിയാക്കണം, അല്ലാതെ സ്വയം തന്നെ ആക്കിയാൽ മാത്രം പോരാ. ദീപമാലാമേ പൂരി ദീപമാല ജഗി ഹുയി ഹോത്തി ഹെ. ദീപാവലിയിൽ എല്ലാ ദീപങ്ങളും പൂർണ്ണമായിട്ടും പ്രകാശിച്ചാണ് കാണുന്നത്. ജബ് ദീപമാല കഹാ ജാത്താ ഹെ तो अनेक जगे हुए दीपकों की माला हर एक ने गले में डाली है. അപ്പം ദീപമാല എന്ന് പറയുമ്പോൾ അനേകം പ്രകാശിക്കുന്ന ദീപങ്ങളുടെ മാല ഓരോരുത്തരും അവരവരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടോ? അപ്പം ദീപാവലി ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ബാബ പറയുകയാണ്, സ്ഥൂലമായിട്ടുള്ള ദീപം കൊളുത്തുന്നതല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോരുത്തരും വിജയമാലയിലെ മണിയായിട്ട് മറ്റനേകം പേരെ വിജയത്തിൻ്റെ രത്നമാക്കി മാറ്റുക. അങ്ങനെ ദീപാവലി ആഘോഷിക്കുക അർത്ഥം അനേകം വിജയികളായിട്ടുള്ള മണികളെ കോർത്തുകൊണ്ടുള്ള ദീപമാല ആഘോഷിക്കുക. അപ്പോൾ അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദീപാവലി. അപ്പോൾ കുട്ടികൾ ശരിയായിട്ടും ദീപാവലി ആഘോഷിക്കണം അർത്ഥം ചൈതന്യ ദീപങ്ങളുടെ മാല, അതായത് വിജയി രത്നങ്ങളുടെ മാല തയ്യാറാക്കണം എന്നാണ് ബാബ ഉദ്ദേശിക്കുന്നത്. ഓം ശാന്തി.